എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ കൊണ്ട് ഒരു നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് പനീർ എടുക്കാം. ഇവിടെ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് നമുക്ക് ഇങ്ങനെ ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് കാഷ്യൂവും ഉണക്കമുന്തിരിയും കൂടെ എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം 2 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. അത് ചൂടാകുമ്പോൾ നമ്മുടെ കാഷ്യൂവും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി നമ്മുടെ പനീർ ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൽ നിന്നും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് 2 കറുകപ്പട്ട, 2 ഏലക്ക, ഒരു 3 ഗ്രാം അത് ചൂടാക്കട്ടെ. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും നല്ല ജീരകവും. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഈ പാകമാകുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടി കരിയാതെ സൂക്ഷിക്കണം. ഈ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ കൈമ അരിയാണ് എടുത്തത്. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത് നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്കിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം. അങ്ങനെ 2 ഗ്ലാസ് ഫുള്ളും 2.25 ഗ്ലാസ് വെള്ളവും. അതാണ് ഇതിൻ്റെ ഒരു അളവ്. അത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് സിമ്മിൽ വേവിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും ഉണക്കമുന്തിരിയും ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ പനീറും ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അരി ഒന്നും തന്നെ വെന്ത് പോകാതെ ഒട്ടിപ്പിടിക്കാതെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. തീ ഓഫാക്കിയതിന് ശേഷം. അപ്പോൾ 10 മിനിറ്റ് ശേഷം ഇത് നമ്മുടെ ബിരിയാണി റെഡിയായി വന്നു. വളരെ എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയതാണ്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.